എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് വർക്കാകുന്ന, അതായത് നമ്മുടെ മുടി കൊഴിച്ചിലാണെങ്കിലും താരനാണെങ്കിലും മുടി നന്നായിട്ട് വളരാനാണെങ്കിലും ഒക്കെ കൂടി എല്ലാത്തിനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ്, ഷാമ്പു ആണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് എഫക്റ്റ് തരുന്ന ഒരു ഹെയർ പാക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു കറ്റാർവാഴ തണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കറ്റാർവാഴ അത്യാവശ്യം നല്ലോണം കാട് പോലെയൊക്കെ വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെറുതെ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും ഞാൻ എന്തിനാണ് വേറെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോകുന്നത്. അപ്പോൾ നേരെ പോയി നമ്മുടെ കറ്റാർവാഴ തണ്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കുറച്ച് നേരം ഒന്ന് മുറിച്ചിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ആ ഒരു മഞ്ഞക്കറ പോകാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടത് ആ ഒരു കറ കളയാൻ വേണ്ടിയിട്ട് കുറച്ചധികം നേരം നിങ്ങളത് കട്ട് ചെയ്തിട്ട് വെച്ചേക്കണം കേട്ടോ. അപ്പോഴത്തേക്കും ആ ഒരു കറയൊക്കെ പോയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിലുള്ള ഈ ഒരു മുള്ളൊക്കെ ഒന്ന് ചെത്തിക്കളയാം. എന്നിട്ട് അത് നെടുക്കി കയറിയിട്ട് നമുക്ക് അതിനുള്ളിലുള്ള ജെല്ലെടുക്കാം. അപ്പോൾ ഈ ഒരു ജെല്ല് നിങ്ങൾക്ക് എടുക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുള്ളായിട്ട് കുഞ്ഞു കുഞ്ഞു പീസസാക്കി മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്ത് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അരിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ ചീപ്പ് വെച്ചിട്ടോ നമുക്കതിങ്ങനെ ആ ഒരു ജെല്ല് കുറേശ്ശെയാക്കി നമുക്ക് ഇളക്കി എടുത്തിട്ട് നമുക്കത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ ഈ ഒരു തണ്ടും എല്ലാം കൂടിയിട്ട് അതായത് മൊത്തത്തിലെടുത്ത് നുറുക്കിയിട്ടിട്ട് അടിച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഈ ഒരു ജെൽ മാത്രം എടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ആ ഒരു ജെല്ലെടുത്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ജെല്ല് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഹിബിസ്കസ് പൗഡറാണ്. അതായത് നമ്മുടെ ചെമ്പരത്തി പൂവിൻ്റെ പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ളതില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ പറമ്പിലോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തൊട്ടടുത്ത് നിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പൂക്കൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ ഇനി പൂക്കളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട്, അതായത് നമുക്ക് ആ ഒരു പ്യുവറായിട്ടുള്ള പൗഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനത്തെ പൗഡറൊക്കെ വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അപ്പം ഞാൻ അത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതിപ്പം എടുത്തപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി മിക്സിയുടെ ജാറിലിട്ട് അത് രണ്ടും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തു. അപ്പോൾ അങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ അത് മൊത്തത്തിലൊന്ന് എന്താ പറയുക മിക്സ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു പൗഡറാണെങ്കിൽ പൗഡറും ഈ ഒരു ജെല്ലും കൂടി മൊത്തത്തിൽ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഈ കാണിച്ച പോലെ നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുന്നതാണ് നല്ലത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള പൂക്കളാണെങ്കിൽ പൂക്കളും നമ്മുടെ ഈ ഒരു അലോവേര ജെല്ലും കൂടി എടുത്തിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് തുണിയിൽ എന്തെങ്കിലും അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ അങ്ങനെ വേണം പൂക്കളാണെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ചെമ്പരത്തി പൂവിൻ്റെ ഇലകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ താളി പൗഡറൊക്കെ ആയിട്ട് നിങ്ങളിപ്പം പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പൊടി വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പം ഇതിന് മുൻപായിട്ട് തലേന്ന് നൈറ്റ് ഞാൻ സ്കാൽപ്പിൽ ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാക്കറ്റ് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഞാൻ മുടിയുടെ ലെങ്തിലേക്കൊന്ന് ഓയിൽ വളരെ കുറച്ച് ഓയിലിട്ട് കൊടുത്തിട്ട് പിന്നെ ഞാനൊന്ന് ഇൻവേർഷൻ മെത്തേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ചലഞ്ച് വീഡിയോസിലൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് തലേന്ന് നൈറ്റ് നമുക്ക് സ്കാൽപ്പിൽ ഓയിലിടുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഇൻവേർഷൻ മെത്തേഡ് എല്ലാ ഡേയിലും ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും സ്കാൽപ്പിൽ നന്നായിട്ട്, അതായത് മുടിയുടെ ഓരോ സെക്ഷൻസായിട്ട് എടുത്തിട്ട് നമ്മുടെ ആ ഒരു തലയോട്ടിയിൽ ഫുള്ളായിട്ട് നമ്മൾ ഈ ഉണ്ടാക്കുന്ന പാക്കൊക്കെ കിട്ടുന്ന രീതിക്ക് വേണം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അലോവേര ജെല്ലൊക്കെ വീട്ടിൽ, അതായത് അലോവേരയൊക്കെ ഉള്ളവർ
കറ്റാർവാഴയൊക്കെ ഉള്ള ഒരു നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പ്യുവറായിട്ട് കിട്ടുന്ന തന്നെ എടുക്കുക. ഇനി വീട്ടിൽ ഈ ഒരു കറ്റാർവാഴ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജെല്ല് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മുടി വളർച്ചയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ കറ്റാർവാഴ. ഇത് താരനും ഒക്കെ മുടി വളരാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിതിൽ യൂസ് ചെയ്യുന്ന ചെമ്പരത്തി പൂവാണെങ്കിലും നമ്മുടെ മുടി വളർച്ചയ്ക്കും നമ്മുടെ മുടിക്ക് നല്ലൊരു കളറ് കൊടുക്കാനും നന്നായിട്ട് ഷൈനിങ് ആയി കിടക്കാൻ വേണ്ടിയിട്ടും സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു 2 കാര്യങ്ങളും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. കൂടാതെ തന്നെ നമുക്കിതൊരു ഷാമ്പൂവിൻ്റെ എഫക്റ്റും കൂടി തരും. അതായത് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ടൊന്ന് ക്ലെൻസ് ആവാൻ വേണ്ടിയിട്ട് ഈ 2 ഇൻഗ്രീഡിയൻസും സഹായിക്കുന്നതാണ്. അപ്പം എൻ്റെ ആ ഒരു നെറ്റ് കയറൽ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്തവണത്തെ മുടി ഒഴിച്ചിലൊരു 1.5 മുടി ഒഴിച്ചിലായിരുന്നു. അപ്പം ഇപ്പോഴും കുറഞ്ഞു വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടത് മാറിയിട്ടില്ല, റിക്കവർ ആയിട്ടില്ല ഞാൻ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അതിൻ്റെ വീഡിയോ ഒക്കെ വൈകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മുടി കൊഴിച്ചിൽ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഓരോ ദിവസം എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത്, അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ ഓരോ ഡെയിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ, തമ്പനെയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്നത് കുഞ്ഞിപ്പെണ്ണിൻ്റെ കൂടെയാണ് കേട്ടോ. അപ്പോൾ ആൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ആ സ്റ്റാൻഡ് പിടിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമാണ് കേട്ടോ. അപ്പം കുഞ്ഞിപ്പെണ്ണിന് ഒരു ചാനലൊക്കെ ഉണ്ട്, ഇമ്മക്കുട്ടി എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ കാണാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവളുടെ കുഞ്ഞു കുസൃതികളും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു വീഡിയോസ്. കൂടുതലും ഞാൻ ഷോർട്ട് വീഡിയോസാണ് ഇട്ടേക്കുന്നത്, അതിലിപ്പം ഒരു ലോങ് വീഡിയോ ഇട്ടതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അവളുടെ ചാനലിലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇമ്മക്കുട്ടി എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഹസ്ബൻഡിനോട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് തലയിലുള്ള ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ മാറാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും ഈ ഒരു പാക്കൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും. അത്യാവശ്യം എന്താ പറയുക, നന്നായിട്ട് മൈൻഡ് റിലാക്സ്ഡ് ആവും. പിന്നെ നിങ്ങളൊരു 30 മിനിറ്റ് എന്തായാലും വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഷാമ്പു യൂസ് ചെയ്യേണ്ട, കാരണം ഇതൊരു ഷാമ്പു ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാമ്പു കാര്യങ്ങളൊന്നും പിന്നെ യൂസ് ചെയ്യേണ്ട. ഒരു 30 മിനിറ്റ് നേരം വെച്ചേക്കാം. അതിന് ശേഷം വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. പിന്നെ നമുക്ക് നമ്മുടെ നെറ്റ് കയറുന്ന സ്ഥലത്തും അതുപോലെ തന്നെ ഡാൻഡ്രഫൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരുപാടൊക്കെ ഡാൻഡ്രഫ് ഉള്ളവർക്കാണെങ്കിൽ ഞാൻ മുന്നേ കുറേ പാക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ മെയിനായിട്ടൊരു പാക്കുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ. അപ്പം ഇത് ഡാൻഡ്രഫിന് അത്രത്തോളം അങ്ങോട്ട് വർക്കാവത്തില്ല. ചെറുതായിട്ട് നമുക്ക് ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് നന്നായിട്ട് മുടി വളരാനൊക്കെ ഈ ഒരു പാക്ക് സഹായിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഏകദേശം എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് ആക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുടിയുടെ ലെങ്തിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ അത്രത്തോളം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, വളരെ കുറച്ചേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സ്കാൽപ്പ് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് മുടിയുടെ ലെങ്തിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഒരു ക്വാണ്ടിറ്റി കൂട്ടുക കേട്ടോ. മുടിയുടെ ലെങ്തിലേക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മുടി നന്നായിട്ട് സോഫ്റ്റ് ആകുകയും നന്നായിട്ടൊന്ന് ഷൈനിങ് ആകുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം നീ ഫുള്ളായിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മുടി മേലേക്ക് ഇട്ട് വയ്ക്കുകയാണ്. ഇനി നമുക്കൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ.
അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.